സ്ഥലം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വടകരക്കാർക്ക് മാത്രമല്ല, കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാവർക്കും സുപരിചിതമാണ് ഈ ഇടം. ഒരു കാലത്ത് വടകരയെ അടയാളപ്പെടുത്തിയത് തന്നെ ഈ ഒരു പാലമാണ്, മൂരാട് പാലം. മൂരാട് പാലത്തെ ഗതാഗത കുരുക്കിൽ കുടുങ്ങാത്തവരുണ്ടാകില്ല. എവിടെയും കൃത്യസമയത്ത് എത്താൻ സാധിക്കാതെ നമ്മളെല്ലാവരും ഒരുപാട് ശപിച്ച ഒരു പാലം കൂടിയാണിത്. ആംബുലൻസുകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടന്ന് ഏറെ നേരം കുരുക്കുണ്ടാവുന്ന സ്ഥലം. പയ്യോളി മുതൽ വടകര വരെ ഗതാഗത കുരുക്കുണ്ടാക്കിയിരുന്നത് ഈ ഒരു ഇടുങ്ങിയ പാലം തന്നെയാണ്. ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലം എന്ന് തന്നെ പറയാവുന്ന ഒരു പാലമായിരുന്നു മൂരാട്. ഇന്ന് പുതിയ പാലം വന്നു. ഏറെ വിശാല സൗകര്യങ്ങളുള്ള പാലത്തിലേക്ക് നമ്മുടെ യാത്ര മാറി. പക്ഷേ ഈ പാലം ഇപ്പോഴും ഇങ്ങനെ അവശേഷിക്കുകയാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഈ പാലത്തിന് ഇപ്പോഴും കാര്യമായ കേടുപാടുകളില്ല. ചെറിയ ചെറിയ കുഴികൾ ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് വാഹനങ്ങൾ കടക്കുമ്പോഴാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്, കുരുക്കുണ്ടാക്കുന്നത്. ഇന്ന് അപൂർവം വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതിലേ പോകുമ്പോൾ പാലം കണ്ടപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. ഓർമ്മകളിലാണ് നമ്മുടെ മൂരാട് പാലം ഇപ്പോഴുള്ളത്. ഒരു കാലത്ത് ഇതൊരു ട്രോള് പോലുമായി മാറിയിരുന്നു. മൂരാട് പാലത്തെ കുരുക്കിൽ കുടുങ്ങിയതുപോലെ എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു. ഇന്ന് മീൻ പിടിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. ട്രെയിൻ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് മൂരാടുള്ളത്. എന്തായാലും ഈ പാലത്തെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടേക്ക് എത്തിയതാണ്. 1940-ലാണ് ഈ ഒരു പാലം ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയിൽ ട്രെയിൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു മൂരാട് പാലം എന്ന് പറയുന്നത്. ഇവിടെ ഈ നാട്ടുകാരൊക്കെ അഭിപ്രായപ്പെടുന്ന മറ്റൊരു കാര്യം, ഇത്രയും ചരിത്ര പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഏറെക്കാലം നമ്മുടെ അടയാളപ്പെടുത്തലായി മാറിയ ഈ ഒരു പാലം ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നൊരാവശ്യം ഇവിടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അധികൃതർ അക്കാര്യത്തിലൊരു ശ്രദ്ധ ചെലുത്തണമെന്നും കൂടി അറിയുന്നുണ്ട്. പുതിയ പാലം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പഴയ പാലത്തെ മറന്നുപോയി. എങ്കിലും ഈ ഓർമ്മപ്പെടുത്തൽ അതിനുകൂടി വേണ്ടിയാണ്. ഇതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. Parco Gold and Diamonds.